നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലൂരിൽ കാണാതായ യുവാവിനെ ഭരതയിലെ ഉപയോഗശൂന്യമായ പാറമടയിലെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടി സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ തിരുനാൾ കൊടിയേറി. ഹോട്ടലിൽ നിന്നും 1 വർഷത്തെ വരുമാനം മുഴുവൻ തട്ടിയെടുത്ത അക്കൗണ്ടന്റ് അറസ്റ്റിൽ. ദർശനം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വരന്തരപ്പള്ളി ബ്രാഞ്ച് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കലാപ്രിയ സുരേഷ് നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. കല്ലൂരിൽ കാണാതായ യുവാവിനെ ഭരതയിലെ ഉപയോഗശൂന്യമായ പാറമടയിലെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലൂർ പൂണിശ്ശേരി പണക്കാരൻ വീട്ടിൽ 38 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് പാറമടയിൽ മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം അഴുകിയ നിലയിലാണ്. ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ചൊവ്വാഴ്ച മുതലാണ് ഷാജുവിനെ കാണാതായത്. വീട്ടുകാരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ തിരുനാൾ കൊടിയേറി. സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ സീറോ മലബാർ സഭ കുരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കൊടിയുയർത്തിയതോടെ ആരംഭിച്ചു. വികാരി ഫാദർ വർഗീസ് പാത്താടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ക്രിസ്റ്റി ചിറ്റക്കര, ഫാദർ അഖിൽ തണ്ടിയേക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. 61 യൂണിറ്റ് പ്രസിഡന്റുമാരും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ദീപം തെളിയിച്ചു. തുടർന്ന് ദിവ്യബലിക്ക് ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. നാളെ വൈകിട്ട് 5-ന് ദിവ്യബലിക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പന്തലിൽ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം വിവിധ യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്. രാത്രി 10-ന് യൂണിറ്റുകളിൽ നിന്നും വിവിധ പന്തലുകളിൽ നിന്നും അമ്പ് എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 12-ന് കൂടൊരുക്കൽ കൂടെയുണ്ട് പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന 17 ഭവനങ്ങളുടെ അടിസ്ഥാന ശില ആശീർവാദവും 4 ഭവനങ്ങളുടെ വെഞ്ചിരിപ്പ് കർമ്മവും ബിഷപ്പ് നിർവഹിക്കും. വൈകിട്ട് 3-ന് വിശുദ്ധ കുർബാന. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും. പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തും. 4 അങ്ങാടികളും ചുറ്റിയുള്ള പ്രദക്ഷിണം 7-ന് പള്ളിയിൽ സമാപിക്കും. 8-ന് വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വൈദികർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വർണ്ണക്കാഴ്ച. തിങ്കളാഴ്ച രാവിലെ വിവിധ യൂണിറ്റുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും അമ്പ് എഴുന്നള്ളിപ്പ്. രാത്രി 10-ന് വിവിധ യൂണിറ്റുകളിൽ നിന്ന് ടൗൺ അമ്പ് പ്രദക്ഷിണവും പള്ളിയിൽ സമാപിക്കും. തുടർന്ന് വർണ്ണമഴ ഉണ്ടായിരിക്കും. ഹോട്ടലിൽ നിന്നും 1 വർഷത്തെ വരുമാനം മുഴുവൻ തട്ടിയെടുത്ത അക്കൗണ്ടന്റ് അറസ്റ്റിൽ. ഹോട്ടലിൽ നിന്നും 1 വർഷത്തെ വരുമാനം മുഴുവൻ തട്ടിയെടുത്ത അക്കൗണ്ടന്റ് അറസ്റ്റിൽ. കൂത്തുപറമ്പ് സ്വദേശി മാങ്ങാട്ടി ഡാം വടക്കേക്കണ്ടി വീട്ടിൽ ഫെയ്ത്താണ് പിടിയിലായത്. മുരിങ്ങൂരിലുള്ള ഹോട്ടലിൽ ജോലി നോക്കവേ 64,38,500 രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. ഏപ്രിൽ 29, 2023 മുതൽ മെയ് 9, 2024 വരെയുള്ള കാലയളവിൽ വിവിധ ഇനത്തിൽ ലഭിച്ച വരുമാനം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. പണം ക്യാഷായും ATM ട്രാൻസ്ഫറായും വാങ്ങുന്നതിന് പകരം ഫെയ്ത്തിന്റെ സ്വന്തം ഗൂഗിൾ പേ ആയും അക്കൗണ്ടിലേക്ക് ക്യാഷായി വാങ്ങിയാണ് ഇയാൾ പണം തട്ടിയത്. തട്ടിപ്പ് മനസ്സിലാക്കിയ മാനേജിംഗ് പാർട്ണർ മാത്യൂസ് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയ ശേഷം ഒളിവിൽ പോയ ഫെയ്ത്തിനെ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കൊടുവിൽ തൃശൂർ ജില്ലാ പോലീസ് മേധാവി ആർ കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണാർക്കാട് നിന്നും കൊരട്ടി SHO അമൃത് രംഗൻ അറസ്റ്റ് ചെയ്തത്.
അന്വേഷണ സംഘത്തിൽ കൊരട്ടി SHO അമൃത് രംഗൻ, ASI നാഗേഷ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഫൈസൽ, ദീപു എന്നിവരും ഉണ്ടായിരുന്നു. ദർശനം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വരന്തരപ്പള്ളി ബ്രാഞ്ച് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കലാപ്രിയ സുരേഷ് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ പഴം പച്ചക്കറി ചന്ത ഉദ്ഘാടനം ചെയ്തു. ദർശനം FPC ചെയർമാൻ AV രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഏറ്റവും കൂടുതൽ പച്ചക്കറി നൽകിയ കർഷകരെ ആദരിച്ചു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന SBI ബാങ്ക് ഓഫീസർ അഞ്ജന നിർവഹിച്ചു. വിവിധയിനം നഴ്സറി തൈകളുടെ ഉദ്ഘാടനം കൃഷി അസിസ്റ്റന്റ് ഓഫീസർ CV ശ്രീനിവാസൻ നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ ഷൈജു പട്ടിക്കാട്ടുകാരൻ, ബിന്ദു പ്രിയൻ, സുഹ്റ മജീദ്, രജനി ഷിനോയ്, ദർശനം വൈസ് ചെയർമാൻമാരായ രഞ്ജിത്ത് കൈപ്പിള്ളി, പോൾ PN, ബോർഡ് മെമ്പർമാരായ സുബ്രഹ്മണ്യൻ KV, സന്തോഷ് TK എന്നിവരും നിരവധി കർഷകരും പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാൻ EA ഓമന സ്വാഗതവും CK ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലൂരിൽ കാണാതായ യുവാവിനെ ഭരതയിലെ ഉപയോഗശൂന്യമായ പാറമടയിലെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടി സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ തിരുനാൾ കൊടിയേറി. ഹോട്ടലിൽ നിന്നും 1 വർഷത്തെ വരുമാനം മുഴുവൻ തട്ടിയെടുത്ത അക്കൗണ്ടന്റ് അറസ്റ്റിൽ. ദർശനം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വരന്തരപ്പള്ളി ബ്രാഞ്ച് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കലാപ്രിയ സുരേഷ് നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.